ഇസ്ഹാക്ക് നബിക്ക് പ്രിയപ്പെട്ടവൻ യാക്കൂബ് ആയിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ സഹോദരങ്ങൾക്കിടയിൽ എപ്പോഴും വഴക്കുണ്ടായിരുന്നു. പിതാവിന് ഇസ്ഹാക്കിനോടാണ് കൂടുതൽ താല്പര്യമെന്ന് അറിഞ്ഞപ്പോൾ ഏശാവ് കൂടുതൽ അസൂയാലുവായി മാറി. ഇസ്ഹാക്ക് നബിക്ക് പ്രായമായി. ഇപ്പോൾ അദ്ദേഹത്തിന് കാഴ്ചശക്തി കുറഞ്ഞു. ഒരിക്കൽ അദ്ദേഹം ഏശാവിനോട് കാട്ടിൽ പോയി വേട്ടയാടി മാംസം പാകം ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ടു. ഏശാവ് അത് സമ്മതിച്ചു. ഈ സംഭാഷണം കേട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ റെബേക്ക മകൻ യാക്കോബിന്റെ അടുക്കൽ ഓടിച്ചെന്നു. നിന്റെ ആട്ടിൻകൂട്ടത്തിലെ ഒരു കുഞ്ഞാടിനെ അറുത്ത് നിന്റെ പിതാവിന് ഇഷ്ടമുള്ള പോലെ പാകം ചെയ്തു കൊടുക്കണം. നിന്റെ സഹോദരൻ വരുന്നതിന് മുൻപ് തന്നെ അത് നീ നിന്റെ പിതാവിന് കൊടുക്കണം. മാതാവ് പറഞ്ഞതുപോലെ യാക്കൂബ് നബി ചെയ്തു. പിന്നെ അദ്ദേഹം തന്റെ സഹോദരന്റെ വസ്ത്രങ്ങൾ ധരിക്കണമെന്നും റബേക്ക ആവശ്യപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിന്റെ കൈകളും കാലുകളും ആട്ടിൻതോൽ കൊണ്ട് മൂടി. സഹോദരൻ യേശാവിന്റെ തൊലിയാണ് എന്ന് തോന്നിക്കാൻ വേണ്ടിയായിരുന്നു റബേക്ക അങ്ങനെ ചെയ്തത്. യേശാവ് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാനും പറഞ്ഞു. യാക്കൂബ് നബി തന്റെ പിതാവിന്റെ മുറിയിലേക്ക് പോയി. ഇസ്ഹാക്ക് നബി ചോദിച്ചു, ആരാണ് നീ? ഞാൻ അങ്ങയുടെ മകനാണ് എന്ന് പരുക്കൻ ശബ്ദത്തിൽ യാക്കൂബ് മറുപടി പറഞ്ഞു. ഇസ്ഹാക്ക് നബി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ചതിനു ശേഷം അദ്ദേഹം യാക്കോബിനെ അനുഗ്രഹിച്ചു. നല്ല സഹോദരൻ ആകാൻ നിനക്ക് കഴിയട്ടെ. കൂടാതെ എന്റെ സമുദായത്തിന് നീ ഒരു നല്ല നേതാവുമായിരിക്കട്ടെ. അനുഗ്രഹിച്ചു കഴിഞ്ഞ് ഉടൻ തന്നെ യാക്കോബ് നബി മുറിയിൽ നിന്നും പുറത്തു കടന്നു. കുറച്ചു കഴിഞ്ഞു താൻ വേട്ടയാടി പിടിച്ച മാംസവുമായി ഏശാവ് ഇസ്ഹാക്ക് നബിയുടെ മുറിയിലേക്ക് കടന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണിത്? ഇത് ഞാൻ അങ്ങേക്ക് വേണ്ടി കൊണ്ടുവന്ന മാംസമാണ്. ഇസ്ഹാക്ക് നബിക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പോൾ കുറച്ചു മുൻപ് നീ എനിക്ക് ഭക്ഷണം തന്നില്ലേ? ഞാൻ നിന്നെ അനുഗ്രഹിച്ചതുമാണല്ലോ. ഇല്ല, ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു. ഏശാവ് പറഞ്ഞു. ഏശാവിന് താൻ കബളിപ്പിക്കപ്പെട്ടതായി മനസ്സിലായി. തന്റെ സഹോദരനെ കൊല്ലാനുള്ള ദേഷ്യം ഏശാവിന് വന്നു. ഇത് കേട്ട് റബേക്ക ഉടൻ തന്നെ യാക്കോബിന്റെ അടുത്തേക്ക് ചെന്നു പറഞ്ഞു, യേശാവിന്റെ ദേഷ്യം തീരുന്നതുവരെ ഹരാനിലെ എന്റെ സഹോദരനായ ലബാനിന്റെ അടുത്തേക്ക് ചെന്ന് നിൽക്കണം. യാക്കോബ് കുടുംബാംഗങ്ങളെ പിരിഞ്ഞ് ഹരാനിലേക്ക് യാത്രയായി. അദ്ദേഹത്തിന് ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നു. ഒരു വൈകുന്നേരം അദ്ദേഹം നടന്നു വളരെ ക്ഷീണിതനായി. അല്പം വിശ്രമിക്കാൻ തീരുമാനിച്ചു. ശേഷം ഒരു കല്ലെടുത്ത് തലയണയാക്കി വെച്ചു അദ്ദേഹം വിശ്രമിച്ചു. ആ രാത്രി അദ്ദേഹം അത്ഭുതകരമായ ഒരു സ്വപ്നം കണ്ടു. അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ സ്വർഗത്തിൽ നിന്നും ഒരു ഏണി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതായി കണ്ടു. മലക്കുകൾ അതിലൂടെ താഴേക്കും മുകളിലേക്കും പോകുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഭാവി തലമുറയ്ക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല യാക്കൂബ് നബിയെയും ആ പ്രദേശത്തെയും അനുഗ്രഹിച്ചതായി മനസ്സിലാക്കിയത്. പ്രവാചകൻ ഉറക്കമുണർന്നപ്പോൾ അദ്ദേഹത്തിന് അത് വെറും ഒരു സ്വപ്നമല്ലെന്നും അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിച്ചതായും അദ്ദേഹം മനസ്സിലാക്കി. തന്റെ കുടുംബത്തെ സുരക്ഷിതമായി മടക്കി നൽകിയാൽ അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി പണിയുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു. കൂടാതെ തന്റെ സ്വത്തിന്റെ 10-1 നൽകാമെന്നും വാഗ്ദാനം ചെയ്തു. ഈ സ്ഥലമാണ് പിൽക്കാലത്ത് ജെറുസലേം എന്നറിയപ്പെട്ടത്. നബി തലയണയായി ഉപയോഗിച്ച കല്ലിൽ അദ്ദേഹം എണ്ണ പുരട്ടി. പിന്നീട് എപ്പോഴെങ്കിലും വരുമ്പോൾ സ്ഥലം മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ഇത്. അടുത്ത ദിവസം രാവിലെ യാക്കൂബ് നബി ഹരാനിലേക്ക് യാത്ര തിരിച്ചു. അനവധി ദിവസം യാത്ര ചെയ്തതിനു ശേഷം അദ്ദേഹം ഹരാനിലെത്തി. യാക്കൂബ് നബി തന്റെ അമ്മാവനായ ലബാനെ കണ്ടു. അത് തന്റെ സഹോദരിയുടെ മകനാണെന്ന് അറിഞ്ഞപ്പോൾ ലബാന് വലിയ സന്തോഷമായി. അദ്ദേഹം യാക്കൂബ് നബിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു.
ലബാന് 2 പുത്രിമാരുണ്ടായിരുന്നു, ലേഹയും റാഹേലും. നീണ്ട 20 വർഷത്തോളം യാക്കൂബ് നബി ഹരാനിലെ അമ്മാവനായ ലബാനെ സഹായിച്ചുകൊണ്ട് കഴിഞ്ഞു പോന്നു. പ്രവാചകന്റെ കഠിനാധ്വാനം കാരണം ലബാനിന്റെ സമ്പത്ത് വളരെയധികം വർദ്ധിച്ചു. എന്നാൽ യാക്കൂബ് നബിക്ക് തന്റെ കുടുംബത്തെ കാണാൻ വളരെയധികം ആഗ്രഹം തോന്നി. ഒരിക്കൽ യാക്കൂബ് നബിയോട് തന്റെ രാജ്യത്തേക്ക് മടങ്ങാൻ അള്ളാഹു ആവശ്യപ്പെട്ടു. അദ്ദേഹം അമ്മാവന്റെ അടുത്ത് തനിക്ക് തിരിച്ചു നാട്ടിൽ പോവാൻ സമ്മതം ചോദിച്ചു. നീ എനിക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, അതിനു പകരമായി കൂടെ കൊണ്ടുപോകാൻ നിനക്ക് എന്ത് വേണമെങ്കിലും ആവശ്യപ്പെട്ടോളൂ, ലബാൻ യാക്കൂബ് നബിയോട് പറഞ്ഞു. പുള്ളികളുള്ളതും കറുത്തതുമായ ഈ വർഷം ജനിച്ച ആട്ടിൻ കുഞ്ഞുങ്ങളെ എനിക്ക് വേണം, യാക്കൂബ് നബി പറഞ്ഞു. ലബാൻ അദ്ദേഹത്തിന്റെ ആവശ്യം സമ്മതിച്ചു. അദ്ദേഹം തന്റെ ഭാര്യമാരോടും മക്കളോടും തയ്യാറാകാൻ പറഞ്ഞു. ആ കൂട്ടത്തിൽ താൻ ആവശ്യപ്പെട്ട ആട്ടിൻകുട്ടികളും ഉണ്ടായിരുന്നു. അദ്ദേഹം തന്റെ കുടുംബവുമായി ഒരുപാട് ദിവസം സഞ്ചരിച്ചു. സൈർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവർ ഏശാവിനോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് ഒരു ദൂതനെ യാക്കൂബ് നബി അയച്ചു. അടുത്ത ദിവസം ആ ദൂതൻ ദുഃഖവാർത്തയും കൊണ്ടാണ് തിരിച്ചു വന്നത്. ഏശാവ് 400 ആളുകളെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നു എന്ന് യാക്കൂബ് നബിയെ അറിയിച്ചു. യാക്കൂബ് നബി ഭയപ്പെട്ടു. തന്റെ സഹോദരന് ഇപ്പോഴും തന്നോടുള്ള ദേഷ്യം തീർന്നിട്ടില്ല. അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. യാക്കൂബ് നബി തന്റെ സഹോദരന് വേണ്ടി ഒരു സമ്മാനം ഉണ്ടാക്കാൻ തുടങ്ങി. അദ്ദേഹം തന്റെ പരിചാരകരോട് 200 ഒട്ടകങ്ങളെയും 30 ആടുകളെയും കൊണ്ട് യാത്ര തുടരാൻ ആവശ്യപ്പെട്ടു. എന്റെ സഹോദരനെ കാണുമ്പോൾ അവൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ആരാണെന്ന്. അപ്പോൾ നിങ്ങൾ പറയണം, അദ്ദേഹത്തിന്റെ അടിമയാകുന്ന യാക്കൂബിന്റെ പരിചാരകനാണ്. ഈ മൃഗങ്ങൾ അടിമ യജമാനന് നൽകുന്ന സമ്മാനമാണെന്നും. അവർ പോയതിനു ശേഷം 2 ദിവസങ്ങൾക്ക് ശേഷം യാക്കൂബ് നബിയും യാത്ര പുറപ്പെട്ടു. യേശാവ് യാക്കൂബ് നബിയുടെ പരിചാരകരെ കണ്ടു. യേശാവിന് അവരോട് നല്ല മതിപ്പ് തോന്നി. ആ മൃഗങ്ങളെല്ലാം തന്റെ സഹോദരൻ തനിക്ക് നൽകിയ സമ്മാനമാണെന്നറിഞ്ഞു. അതിനു പുറകെ യാക്കൂബ് നബി വരുന്നത് യേശാവ് കണ്ടു. യാക്കൂബ് നബി തന്റെ സഹോദരനെ കണ്ടപ്പോൾ ആദരസൂചകമായി ശിരസ് നമിച്ചു. ഏശാവ് ഇത് കണ്ട് യാക്കൂബ് നബിയുടെ അടുത്തേക്ക് ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. ഏശാവിന്റെ കണ്ണ് നിറയുകയും ചെയ്തു. ഇത്രയും വർഷം അദ്ദേഹത്തോട് ദേഷ്യം കൊണ്ടു നടന്നതിൽ ഏശാവ് സഹോദരനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. നിന്റെ കൂടെ വന്ന ഇവർ ആരൊക്കെയാണ്? ഏശാവ് യാക്കൂബ് നബിയോട് ചോദിച്ചു. അള്ളാഹു എനിക്ക് നൽകിയതാണ് ഇവരെ, അദ്ദേഹം മറുപടി പറഞ്ഞു. ലേഹ, റാഹേൽ, അവരുടെ മക്കൾ, അദ്ദേഹത്തിന്റെ മുഴുവൻ പരിചാരകർ, ഇവരെല്ലാം യേശാവിന്റെ മുമ്പിൽ ആദരസൂചകമായി ശിരസ് നമിച്ചു. ആദ്യം സമ്മാനങ്ങളൊന്നും വാങ്ങാൻ യേശാവ് തയ്യാറായില്ല. എന്നാൽ യാക്കൂബ് നബി അദ്ദേഹത്തെ നിർബന്ധിച്ചു. ഒടുവിൽ അദ്ദേഹം സമ്മതിച്ചു. അവരെല്ലാം യേശാവിന്റെ കൂടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. തിരികെ പോകുന്ന വഴി അവർ ജെറുസലേമിൽ തമ്പടിച്ചു. ഇവിടെയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ പാറയിൽ എണ്ണ ഒഴിച്ച സ്ഥലം. വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം അള്ളാഹുവിനെ കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ട് അവിടെ ഒരു പള്ളി പണിതു.